ഹലോ ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോട്ടി ഫ്രൈ ആണ്, അഥവാ ബോട്ടി എന്നൊക്കെ പറയും കേട്ടോ. നമ്മളിവിടെ പോട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ പോട്ടിയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാനിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് വേവിക്കാൻ വേണ്ടി. ഫസ്റ്റ് നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. എരിവ് കൂടുതൽ വേണ്ടവർ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇവിടെ കുക്കറിൽ വിസിലടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല വേവുള്ളത് കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് വെന്തിട്ടട്ടെ. നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാമേ. തേങ്ങാക്കൊത്ത് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടൊന്നും മൂത്ത് പോകാണ്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പോട്ടി വേവിക്കാൻ വെച്ചപ്പോഴത്തേനും മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മുളക് പൊടിയും പിന്നെ എരിവിനായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി പൊടി ചൂടാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ച് പോട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കഴിക്കാനുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് പുട്ടാണ്. ചൂട് പുട്ടിൻ്റെ കൂടെയാണ് ഞങ്ങളിന്ന് പോട്ടിക്കറി കഴിക്കുന്നത്. അപ്പം നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.